ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നേന്ത്രപ്പഴമൊക്കെ എടുക്കുക. അത് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ കനം കുറഞ്ഞ രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പലഹാരത്തിന് നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്തതായിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല പഴുത്ത് കറുത്ത് പോയ നേന്ത്രപ്പഴമാണെങ്കിലും ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 നേന്ത്രപ്പഴമാണ് ആദ്യം എടുത്തിരുന്നത്. പിന്നെ ഞാൻ 2 കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നേന്ത്രപ്പഴമൊക്കെ എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മതിയാവും കേട്ടോ. നമ്മുടെ ആ ഒരു പലഹാരത്തിൻ്റെ ആ ഒരു മധുരത്തിന് നേന്ത്രപ്പഴം അത്യാവശ്യം നല്ലപോലെ മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 അച്ച് ശർക്കര തന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ അഴുക്കൊന്നുമില്ലെങ്കിൽ നേരിട്ട് തന്നെ ഇതുപോലെ ഈ ഒരു പാനിൽ തന്നെ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനെടുത്തതിൽ കുറച്ച് അഴുക്കുള്ളത് കാരണം വേറൊരു പാത്രത്തിൽ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് അരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും. അപ്പോൾ ഞാനൊരു ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരത്തിൽ നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ശർക്കരപ്പാനിയിൽ ഈ ഒരു പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഞാൻ 1.5 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനി തയ്യാറാക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ തയ്യാറാക്കരുത് കേട്ടോ. പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അടച്ചു വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പകുതിയോളമൊക്കെ നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 തവണ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് ആ പഴത്തിലെ ശർക്കരപ്പാനിയൊക്കെ ഒരുവിധമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. പിന്നീട് ആ തേങ്ങാപ്പാൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മതി. ഇനി ഇതിലേക്ക് കുറച്ച് അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പോളം അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിൽ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിലത്തെ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി കിട്ടും. അവിൽ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 മിനിറ്റോളം മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ലപോലെ ഇത് ഡ്രൈ ആയി കിട്ടും കേട്ടോ. നമ്മൾ അവിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളവിലോ മട്ടവിലോ ഏത് അവിലാണെങ്കിലും ഈ ഒരു പലഹാരത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. വെയിറ്റ് കുറവുള്ള കുട്ടികൾക്കൊക്കെ ഡെയിലി ഇത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി കൊടുക്കുമ്പോൾ ഒരുപാട് അവിലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1-2 ടീസ്പൂൺ അവിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ശർക്കരപ്പാനിയൊക്കെ വെറ്റി ആ ഒരു പഴത്തിൻ്റെ ഒരു പീസിലൊക്കെ നല്ലപോലെ മധുരം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നേന്ത്രപ്പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി. അവർക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്നാക്സ് ആയിട്ടും ഇത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഐറ്റംസും ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നേന്ത്രപ്പഴം കയ്യിലുണ്ടെങ്കിൽ ഒരു തവണ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.